പലപ്പോഴും അദ്ദേഹം കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുമിച്ചാണ് വെക്കേഷന് വരികയും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ മൂത്ത കുട്ടിയുടെ അഡ്മിഷനോട് ബന്ധത്തിൽ അദ്ദേഹം ഒരു മാസം കൂടെ പോസ്റ്റ്പോൺ ചെയ്ത് അടുത്ത മാസം വരാനായിട്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് 2 ദിവസം മുന്നേയും ഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ന്യൂസ് കേൾക്കുകയും വൈകിട്ടോടുകൂടി അത് സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് ആ കുട്ടിക്ക് മൂത്ത മോൾക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് പോകാനായിട്ടൊക്കെ ഇരുന്നതാണ്. എൻ്റെ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇന്നത്തേക്ക് ഇത് ക്രിമിനലാവുമെന്ന് അറിയുന്നില്ല. അതിന് ശേഷം മാത്രമേ ഞാൻ മടക്ക ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ, എൻ്റെ കസിനും സുഹൃത്തും ഒരു ചർച്ച് മെമ്പേഴ്സും എല്ലാം ഒക്കെയാണ്. പറയാൻ പറ്റുന്നില്ല ഇതെങ്ങനെ അവരെ സമാധാനിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ആർക്കും തന്നെ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ ഫാമിലിയെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. വളരെയധികം ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എല്ലാവരും ആയിട്ടുള്ളത്. എന്താ അതിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് വെച്ചാൽ അപകടം ഉണ്ടായത് എങ്ങനെയാണെന്ന് അപകടം ഉണ്ടായത് അദ്ദേഹം 2nd ഫ്ലോറിലാണ് താമസിച്ചിരുന്നത്. അവിടെ ക്യാമ്പ് പുതിയ ആൾക്കാർ മറ്റോ ആരോ വന്നു അവിടെ ഒരു മെസ്സ് സെറ്റ് ചെയ്തതായിട്ടാണ് കേട്ടത്. അതോടൊപ്പം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ഗ്യാസ് സിലിണ്ടറും തീ പിടിച്ചു, പുകയായി. എന്നാൽ ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ അദ്ദേഹം വിളിച്ചിരുന്നു. ചില മിനിറ്റുകൾ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ഫോൺ കട്ടായി. ആ സമയത്ത് തന്നെ കുവൈറ്റിലുള്ള സുഹൃത്ത് ഓടി അവിടെ എത്തുകയും അപ്പോൾ തന്നെ പുകയും തീയുമായിട്ട് അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല. തീ അണഞ്ഞു, പക്ഷേ പുകയുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ സ്മോക്ക് ശ്വസിച്ചിട്ടാകാം മരണകാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ആ ഒരു ക്രമത്തിലെത്തിയിരിക്കുന്നത്. മിക്കപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണോ ലീവ് എടുത്ത്? ഒരുമിച്ചാണ് ഞങ്ങൾ വെക്കേഷനോടെ വരുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് ടൂറിന് പോവുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ഫാമിലി ഗെറ്റ് ടുഗദറായിട്ട് കൂടുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കുടുംബമാണ്. ഇപ്രാവശ്യം അത് മിസ്സായി. അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് കരുതുന്നു. ഇപ്പോഴാണ് തിരിച്ചു പോകേണ്ടത്. ഇതിൻ്റെ ക്രമീകരണം എന്താണെന്ന് അറിഞ്ഞ് എൻ്റെ കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വീട് ഇവിടെ അടുത്ത് തന്നെ? തൊട്ടടുത്ത് തന്നെ വീട്. തൊട്ടടുത്താണ് വീട്.